എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ അതായത് PNCMAC.in വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾ ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് അവസരം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് PNCMAC.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് BSc നഴ്സിംഗ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ ആ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കുകൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയാണ് ഈ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടാവുക. നിങ്ങൾക്ക് 15ഓളം കോളേജുകളാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകാൻ സാധിക്കുക. ഈ ഒരു PNCMAC-ൻ്റെ കീഴിൽ ഏകദേശം വരുന്ന കോളേജ് എന്ന് പറയുന്നത് 48 നഴ്സിംഗ് കോളേജുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ ഈ ഒരു ലിങ്കുകൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്കുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് ദിവസങ്ങളിൽ തന്നെ ഈ ഒരു ലിങ്കുകളൊക്കെ ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ താല്പര്യമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ നൽകുക. അതുപോലെ തന്നെ നിങ്ങൾ ജെൻഡർ സെലക്ട് ചെയ്യുന്ന സമയത്ത് മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് മാറിപ്പോകരുത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു അപേക്ഷകൾ നൽകാവുന്നതാണ്. കാരണം ഈ ഒരു 18-ാം തീയതിയാണ് ഇതിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടി ഇതിൽ അതിൻ്റെ ലിങ്ക് ലഭ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ്റെ ഒരു നിശ്ചിത ദിവസം കഴിഞ്ഞ ശേഷം ഈ ഒരു വെബ്സൈറ്റിൽ നിന്നും ആ ഒരു ലിങ്കുകളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു PNCMAC വഴി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു വർഷം ഏകദേശം ആദ്യ വർഷം 1,13,000 രൂപയും രണ്ടാം വർഷം മുതൽ 1,02,000 സംതിങ് രൂപയുമാണ് വരിക. അതായത് നിങ്ങൾക്ക് LBSൽ നിന്നും സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ എത്ര രൂപയാണ് ഫീസ് വരുന്നത് ആ ഒരു സെയിം ഫീസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ ഈ ഒരു PNCMAC-ലോ അല്ലെങ്കിൽ AMCS FNCKയിലോ നിങ്ങൾക്ക് ഈ ഒരു SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ കൺസെഷൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ലിങ്ക് ലഭ്യമാവുന്നത് വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അപേക്ഷ നൽകിയിട്ടില്ലെങ്കിൽ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ പ്രോസ്പെക്ടസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫീസ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്നിങ്ങനെയുള്ള അതായത് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ അതായത് റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് വരുന്നത് അതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് കോളേജസിൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 22-ാം തീയതിയാണ്. 22-ാം തീയതി 5 മണിക്ക് ശേഷമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 24-ാം തീയതിയാണ്. അതിനുശേഷം ഫീ പേയ്മെൻറ്റ് 29-ാം തീയതിയും അതിനുശേഷം 29-ാം തീയതി വരെയും അതിനുശേഷം ഈ കോളേജ് ജോയിനിങ് 31-ാം തീയതി വരെയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് PNCMAC-ലോ അതുപോലെ തന്നെ NRI സീറ്റിൻ്റെയും അതുപോലെ മറ്റ് ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതും അതുപോലെ ആപ്ലിക്കേഷനിൽ വല്ല എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.